നമസ്കാരം. ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒന്നും കൂടി അതേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഇവിടുന്ന് ബാക്കിൽ കാണാൻ പറ്റും, ഇവിടെ വെള്ളക്കെട്ട് കാണുന്നുണ്ട്. അതേപോലെ വെള്ളക്കെട്ട് ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങളൊക്കെ അധികൃതർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണികുന്ന് സോമേശ്വരം റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിലും വില്ലേജിലുമൊക്കെ പരാതി നൽകിയതിൻ്റെ ഭാഗമായിട്ടും ന്യൂസിൽ വന്നതിൻ്റെ ഭാഗമായിട്ടും ഇവർ അധികൃതർ നടപടി സ്വീകരിച്ചു കൊണ്ട് വരികയാണ്. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും ഒക്കെ വന്ന് സ്ഥലം സന്ദർശിച്ച് അതിനു വേണ്ടിയ നടപടികൾ ഏറ്റെടുത്തു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പമ്പും ഈ റിബണും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ആ റോഡിൻ്റെ അവസ്ഥയും ആ മണ്ണിടിഞ്ഞതുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നന്ദി. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പമ്പ് സെറ്റും അതും ഈ ഡേഞ്ചർ എന്നുള്ള റിബണും ഒക്കെ കെട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ റെസിഡൻസിൻ്റെ ഭാഗമായി കണികുന്ന് സോമേശ്വരം റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ ഭാഗമായും 3 ദിവസം മുമ്പ് ന്യൂസിലൊക്കെ വന്നതിൻ്റെ ഭാഗമായും അധികൃതർ ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആളൊക്കെ സന്ദർശിച്ച് ഇതിൻ്റെ നടപടികൾ കൈക്കൊണ്ടുവരികയാണ്. ഈ റോഡൊക്കെ വളരെ ദയനീയാവസ്ഥയിലാണുള്ളത്. നിലവിലപ്പുറം പുളിപ്പറമ്പ് പട്ടം റോഡ് അടച്ചതിനാൽ ഇന്നലെ വൈകിട്ട് കുറേ വാഹനങ്ങൾ നിങ്ങൾ ഈ കാണുന്ന റോഡിലാണ് കടന്നു പോയത്. ഈ റോഡിൻ്റെ അവസ്ഥയും വളരെ ദയനീയാവസ്ഥയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ കാറ് നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള വീഡിയോവും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ നിന്ന് മുകളിലേക്കുള്ള ഭാഗവും ഒക്കെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വളരെ ദയനീയാവസ്ഥയാണ്. ഈ റോഡിലെയാണ് ഇന്നലെ കുറേയധികം വാഹനങ്ങൾ കടന്നു പോയത്. അപ്പം ഇതും അപകടാവസ്ഥയിലായതിനാൽ നാട്ടുകാർ ചേർന്ന് അതിന് കുറേ തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു 2 വീലർ മാത്രം പോകേണ്ട വഴി മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ അടച്ചിട്ടുണ്ട്. ഇതിലെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡും വളരെ ദയനീയാവസ്ഥയിലാണ്. നമ്മളായിട്ടൊരു അപകടം വിളിച്ചു വരുത്തേണ്ട, പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇത് കാണാം, ഇതിൻ്റെ സൈഡ് കാണാൻ പറ്റും. ഇടിഞ്ഞിടിഞ്ഞ് കുറേ ഇടിയാൻ തുടങ്ങി. ഇനി റോഡും ഇടിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും. നിങ്ങളത് കാണും. ഞാൻ ഇന്നലെ നിങ്ങളാ പോസ്റ്റ് കാണുന്ന അവിടെ നിന്നാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ. ഇത് താഴെ ഭാഗമാണ്. അതിൻ്റെ താഴെ ഞാൻ 40-50ഓളം കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഏരിയയാണിത്. നിങ്ങൾ ഈ JCB നിർത്തി ഇവിടുന്ന് കാണുന്നത് ഈ വെള്ളം പോകുന്ന ഭാഗം റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഈ മണ്ണും വെള്ളവും ഒക്കെ വന്നിട്ട് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ആണ് ഇവിടുന്ന് നേരെ മുകളിലെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തത്. ഇവിടെ ഇപ്പം കാല് വെക്കുമ്പം തന്നെ താഴേക്ക് കുഴിഞ്ഞു പോവുകയാണ്. അത്രക്കും ദയനീയാവസ്ഥയാണ്. ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. നടപടികൾ എടുത്തു വരികയാണ്. അത് കുറച്ചും കൂടി വേഗത്തിലാക്കി എത്രയും പെട്ടെന്നെല്ലാം റെഡിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.